സാലം ലേണിംഗ് അനറ്റോമിക്സ് ആണ്. അപ്പൊ മക്കളെ നമുക്കറിയാം നമ്മുടെ അടുത്ത എക്സാം ഏതാണ്, നമ്മൾ എല്ലാവരും ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്തോണ്ടിരുന്ന നമ്മുടെ ബേസിക് സയൻസ് ആണ്. ആ ഒരു എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതണം. അതിനുവേണ്ടിയുള്ള എല്ലാ കനത്ത പ്രിപ്പറേഷനിലും മക്കൾ ഇതാ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയുന്ന കേസാണ്, നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ മോർ ദാൻ വൺസ് എന്താണ് നമ്മളിങ്ങനെ റിവിഷൻ നടത്തിയിട്ടുണ്ട് അല്ലെ. പക്ഷെ ആ റിവിഷനോടൊപ്പം തന്നെ നമുക്ക് എന്തുകൂടി ചെയ്യണം, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടിയാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു കുഞ്ഞു ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് അയച്ചു കൊടുക്കാനും നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കൾ, എല്ലാവരും ഇവിടെ ഇതാണ്ട് രണ്ട് ചിത്രം കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ചിത്രം ഏതാണ് എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. രണ്ടു തരം കോശങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ രണ്ടിനും പൊതുവായി കാണപ്പെടുന്ന ഭാഗങ്ങൾ കണ്ടെത്തി എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദ പാർട്ട് ഓഫ് ദി സെൽ ദാറ്റ് ആർ കോമൺ ഇൻ ബോത്ത് ഓഫ് ദം. അപ്പൊ മക്കൾ ആദ്യം എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന കോശങ്ങളെ പറ്റിയാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്ന് നമുക്ക് ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലെ. ഈ പറഞ്ഞിരിക്കുന്ന കോശങ്ങൾ ഏതാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം എന്താണ്, രണ്ട് തരത്തിലുള്ള കോശങ്ങളുണ്ട്. ഒന്ന് പ്ലാന്റ് സെല്ലും ഒന്ന് ആനിമൽ സെല്ലും. അതായത് സസ്യകോശമുണ്ട്, ജന്തുകോശമുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് തിരിച്ചറിയുക, നമ്മൾ പഠിച്ചായിരുന്നല്ലേ. സസ്യകോശത്തിലാണ് ഇതാണ്ട് ഇതുപോലെ ഒരു അത്യാവശ്യം വലിയ ഒരു വാക്കന്റ് ആയിട്ടുള്ള ഒരു ഭാഗമുള്ളത്. അപ്പൊ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാക്യൂൾ അല്ലെങ്കിൽ ഫേനം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഫേനത്തിന്റെ ആ ഒരു വലുപ്പം നോക്കിയിട്ട് നമുക്ക് ഈ ആനിമൽ സെല്ലും അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലും നമുക്ക് വേഗത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഒന്ന് വേഗം പറഞ്ഞു, ഇത് ഏതാണ്, ഇതാണ് നമ്മുടെ പ്ലാന്റ് സെൽ അല്ലെങ്കിൽ സസ്യകോശം. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ആനിമൽ സെൽ അല്ലെങ്കിൽ ജന്തുകോശം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, രണ്ടിലും പൊതുവായിട്ട് കാണപ്പെടുന്നത് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പൊതുവായിട്ട് കാണപ്പെടുന്ന ഭാഗം ഏതാണ്? യെസ്, നമുക്കറിയാം എന്താണ്, രണ്ട് സെൽ എടുത്താലും അതിന്റെ സെന്ററിൽ എന്തുണ്ടടാ, ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മമുണ്ട്. ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മമുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഒരു ആവരണം, അതിന്റെ ഒരു കവറിങ്ങിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നു. അപ്പൊ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇതാണ്ടേ, അതുപോലെ തന്നെ ഇതാണ്ട്, ഇതെന്താണ്, സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരമാണ്. സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരമാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഏത് ഭാഗം അറിയാം, കോശദ്രവ്യം. നമുക്കറിയാം ആ ഒരു സെല്ലിന്റെ ഉള്ളിലെ ദ്രവരൂപത്തിലുള്ള ആ ഒരു ഭാഗം അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ കോശദ്രവ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താ വിളിക്കുന്നത്, സൈറ്റോപ്ലാസം എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പൊ ഇതാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. വേറെ ഒരു കോമൺ ആയിട്ട് ഒരു ഭാഗം കൂടിയുണ്ട്, അതാണ് നമ്മുടെ ഫേനം എന്ന് പറയുന്നത്, വാക്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതാണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ വാക്യൂൾ എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ സൈസ് എന്താണ്, വ്യത്യാസമാണ്. ആനിമൽ സെല്ലിൽ എന്താണ്, അതിന്റെ സൈസ് വളരെ ചെറുതായിരിക്കും. പക്ഷേ നമ്മുടെ പ്ലാന്റ് സെല്ലിൽ അതിന്റെ സൈസ് എന്തായിരിക്കും, ബിഗ് ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കോശങ്ങളുടെ വിവിധ ഭാഗങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കുക കേട്ടോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഇതാ മക്കൾക്ക് ചിത്രത്തിൽ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മുടെ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്, അതുപോലെ തന്നെ കോശഭിത്തി അല്ലെങ്കിൽ സെൽവോൾ, ഈ രണ്ടു ഭാഗം എവിടെ മാത്രമേ കാണത്തുള്ളൂ, യെസ്, നമ്മുടെ പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഇത് കാണത്തുള്ളൂ. അപ്പൊ ആനിമൽ സെല്ലിൽ അല്ലാതെ പ്ലാന്റ് സെല്ലിലുള്ള ഏതെങ്കിലും രണ്ട് ഭാഗങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഈ പറയുന്ന സ്ട്രക്ചറൽ ഡിഫറൻസ്, ഘടനാപരമായിട്ടുള്ള വ്യത്യാസം ഏതാണെന്ന് ചോദിച്ചാൽ മക്കൾ പറയണം, ജന്തുകോശവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്ലാന്റ് സെൽ അല്ലെങ്കിൽ സസ്യകോശത്തില് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ഐറ്റംസ്, ഹരിതകം അതുപോലെ തന്നെ കോശഭിത്തി എന്താണ്, അവിടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. വേറൊരു പോയിന്റ് ആണ്, ഫേനത്തിന്റെ സൈസ് അല്ലെങ്കിൽ വാക്യൂളിന്റെ സൈസ് എന്താണ്, ബിഗർ ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ചിത്രങ്ങൾക്ക് അനുയോജ്യമായ പേരുകൾ തിരഞ്ഞെടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇതാ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ചിത്രങ്ങളെല്ലാം മക്കൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. ചിത്രങ്ങൾ ഇതാ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ചിത്രത്തിന്റെ പേരുകൾ എന്താണ് എന്ന് അനുയോജ്യമായത് തെരഞ്ഞെടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതാ ബോക്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഇതാണ്ട് ഒരു ബോക്സ് ഒക്കെ തന്നിട്ടുണ്ട്. ആ ബോക്സിൽ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഒന്ന് ജസ്റ്റ് ഒന്ന് സ്യൂട്ട് ചെയ്ത് അങ്ങ് എഴുതിയാൽ മാത്രം മതി. ഒന്നാമത്തെ ചിത്രം എന്താണ്, നമുക്കറിയാം ഫസ്റ്റ് ചിത്രം ഏതാണ്, ഇവിടെ തന്നിരിക്കുന്ന പേശി കോശം അല്ലെങ്കിൽ മസിൽ സെൽ ആണ്. ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഫസ്റ്റത്തെ എന്താണ്, മസിൽ സെൽസ് അല്ലെങ്കിൽ പേശി കോശമാണ്. ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, അത് സെല്ലാണ്. ഏത് സെല്ലാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഏത് സെല്ലാണ്, ആനിമൽ സെല്ലാണ് അല്ലെങ്കിൽ ജന്തുകോശമാണ്. ഇനി മൂന്നാമത്തെ ചിത്രം എന്താണ്, നമ്മുടെ നാഡീകോശം. തലച്ചോറിലേക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുന്ന നാഡീകോശം അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ന്യൂറോൺ എന്ന് നമ്മൾ പറയുന്നു. ഇനി അടുത്തത് മക്കളൊന്ന് ഓർത്തിരിക്കുക, ഇതാണ് വൈറ്റ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ WBC എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ചീക്ക് സെൽ അല്ലെങ്കിൽ നമ്മുടെ കവിളിലെ കോശം. അതുപോലെ തന്നെ ഈ സെല്ലാണ് നമ്മുടെ പ്ലാന്റ് സെൽ അല്ലെങ്കിൽ സസ്യകോശം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കോശങ്ങളെയും ഐഡന്റിഫൈ ചെയ്യാൻ മക്കൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഇനി അടുത്ത ചോദ്യം
എന്താണ് ധാതു ലവണങ്ങളുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ താഴെ നൽകിയതിൽ നിന്നും എടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ താഴെ ഒരു ബോക്സിൽ ഇതാ കുറച്ച് രോഗങ്ങളുടെ പേരുകളൊക്കെ തന്നിട്ടുണ്ട്. അത് ഏത് ഡെഫിഷ്യൻസി മൂലം, അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ധാതുക്കളുടെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ മിനറൽസിന്റെ ഡെഫിഷ്യൻസി മൂലമുള്ളത് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രോഗങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം. നൈറ്റ് ബ്ലൈറ്റ്നസ് അത് ഏതിന്റെ ഡെഫിഷ്യൻസിയാണോ? വിറ്റാമിൻസിന്റെ ഡെഫിഷ്യൻസിയാണ് അല്ലെ. വൈറ്റമിൻ എ ആണ് ഇവിടെ കാരണം. അതുപോലെ തന്നെ നമുക്കറിയാം സ്കർവിയും വിറ്റാമിന്റെ ഡെഫിഷ്യൻസി മൂലമാണ്. പക്ഷെ അനീമിയ അതുപോലെ തന്നെ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ അവയൊക്കെ എന്താണ്? ധാതുക്കളുടെ ഡെഫിഷ്യൻസി മൂലമാണ്. അതായത് നമുക്കറിയാം അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുമ്പിന്റെ ഡെഫിഷ്യൻസി മൂലമാണ്. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അയഡിന്റെ ഡെഫിഷ്യൻസി മൂലമാണ്. അപ്പം ഇരുമ്പ്, അയഡിൻ, സോഡിയം, അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ് ഇതൊക്കെ എന്താണ്? ധാതുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ് അല്ലെ. പിന്നെ മൗത്ത് സോർ അതും എന്താണ്? വൈറ്റമിൻ ബി എന്ന് പറയുന്നതിന്റെ ഡെഫിഷ്യൻസി മൂലമാണ്. അവൻ സെലക്ട് ചെയ്ത് എഴുതാൻ നമ്മളോട് പറഞ്ഞു നമ്മൾ ഏതൊക്കെ എഴുതണം? അനീമിയ അതുപോലെ തന്നെ ഗോയിറ്റർ. ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ നമ്മൾ എന്തിട്ടാണ് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫർ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ചോദ്യം ഇതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതാ വിറ്റാമിൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. വിറ്റാമിൻ ബി മൂലം ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി ഏതാണ്? മൗത്ത് സോർ ആണല്ലേ, അതായത് വായ്പുണ്ണാണ്. ഇനി ഗോയിറ്റർ എന്ന് പറഞ്ഞ ഏതാണടാ? നമ്മുടെ അയഡിൻ ആണ്. വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞാൽ റിക്കറ്റ് അല്ലെങ്കിൽ കണ എന്ന് പറയും. നമ്മുടെ അസ്ഥികൾ ഇങ്ങനെ വളഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥയിലുള്ളതാണ് നമ്മൾ ഈ പറയുന്ന രോഗം എന്ന് പറയുന്നത്. ഇനി അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുമ്പ് അല്ലെങ്കിൽ അയൺ ആണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം നമുക്ക് അറിയുന്ന ചോദ്യമാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചിത്രം എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് കൊത്തിവെക്കുക. കാരണം ഇതിൽ നിന്നൊക്കെ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നമ്മുടെ മാഗ്നറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ളത് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണ്? കാന്തം സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ടാൽ കിഴക്ക് പടിഞ്ഞാറായിട്ട് നിൽക്കുന്നു. അതായത് ഏതാണ്? ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ നിൽക്കുന്നു. ശരിയാണോ? അല്ല. നമുക്കറിയാം ഒരു ഫ്രീലി സസ്പെൻഡ് ചെയ്ത മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? നോർത്ത് സൗത്ത് ഡയറക്ഷൻ, തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ് സ്ട്രോങ്ലി ഫെൽറ്റ് അറ്റ് ദി എൻഡ് പോർഷൻ ഓഫ് ദി മാഗ്നറ്റ്. അതായത് കാന്തത്തിന്റെ അഗ്രങ്ങളിലാണ് കാന്തിക ശക്തി ഏറ്റവും കൂടുതലുള്ളത്. അതെന്താണ്? ശരിയായിട്ടുള്ള കാര്യമാണല്ലേ. നമ്മളൊരു കാന്തം എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് ഒരു ഇരുമ്പിന്റെ പൊടിയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ തട്ടുവാണെങ്കിൽ ആ ഇരുമ്പിന്റെ പൊടി എന്ന് പറയുന്നത് നമ്മുടെ കാന്തത്തിന്റെ അഗ്രഭാഗങ്ങളിലായിരിക്കും കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, എല്ലാ വസ്തുക്കളെയും കാന്തം ആകർഷിക്കുന്നുണ്ടോ? ഉണ്ടോ? ഒരു പേപ്പറിനെ കാന്തം ആകർഷിക്കുന്നുണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന തെറ്റാണ്. ഇനി അടുത്തത് എന്താണ്? ഭൂമിയുടെ വടക്കോട്ട് അഭിമുഖീകരിക്കുന്ന കാന്തത്തിന്റെ ധ്രുവത്തെ ഉത്തര ധ്രുവമെന്നും തെക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന കാന്തത്തിന്റെ ധ്രുവത്തെ ദക്ഷിണ ധ്രുവം എന്നും പറയുന്നു. അതായത് പോൾ ഓഫ് ദി മാഗ്നറ്റ് ഫേസിംഗ് നോർത്ത് പോൾ ഓഫ് ദി എർത്ത് ഈസ് കോൾഡ് നോർത്ത് പോൾ. അതുപോലെ തന്നെ സൗത്ത് പോളുമായിട്ട് നിൽക്കുന്ന ആ ഒരു പോൾ എന്താണ്? സൗത്ത് പോൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? ഇതും കറക്റ്റ് ആണ് അല്ലെ. ഇനി അടുത്ത് നോക്കിക്കോളൂ. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം ലൈക്ക് പോൾസ് എന്ന് പറഞ്ഞാൽ എന്താണെടാ? നോർത്ത് അല്ലെങ്കിൽ സൗത്ത്. അങ്ങനെ ലൈക്ക് പോൾസ് വരുന്ന സമയത്ത് അത് അട്രാക്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? അതല്ല, അത് റിപ്പൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലൈക്ക് പോൾസ് ഓഫ് ദി മാഗ്നറ്റ് അട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തെറ്റാണ്. അതുപോലെ തന്നെ അൺലൈക്ക് പോൾസ്, അതായത് നോർത്ത് സൗത്ത് അല്ലെങ്കിൽ സൗത്ത് നോർത്ത്, ഇവയൊക്കെ എന്ത് ചെയ്യുകയാണ്? അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന ലാസ്റ്റത്തെ പ്രസ്താവനയും എന്താണ്? തെറ്റാണ് എന്ന് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയ നമ്മൾ പഠിച്ച് ചിലപ്പം എന്താണ് പ്രീവിയസ് ഭാഗത്തേക്കൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പൊ എന്താണ്? ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കുക കേട്ടോ. കാരണം നമ്മുടെ ആനുവൽ എക്സാമിനോട് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഇനി പൊടിതട്ടി എടുക്കണം. കാരണം നമുക്കിനി സമയം കുറയില്ല അല്ലെ. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് നിങ്ങളുടെ എക്സാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മാക്സിമം കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നേടിയെടുത്ത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ഒക്കെ ചെയ്തിട്ട് നല്ല മാർക്ക് മേടിക്കുക കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും വിഷ് ആൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ.